Teaching is not a profession, it is a mission. അനാദികാലം മുതൽ മനുഷ്യൻ ഏകാന്തതയിൽ നോക്കിനിന്ന ആകാശവിസ്മയമാണ് ചന്ദ്രൻ. നമ്മുടെ കഥകളിലും ഭാവനകളിലും അമ്പിളിമാമനായി നിറഞ്ഞ ചന്ദ്രൻ മനുഷ്യനാദ്യത്തെ കലണ്ടറുകൾ സമ്മാനിച്ച വഴികാട്ടി കൂടിയാണ്. അമാവാസ്യ മുതൽ അമാവാസ്യ വരെയുള്ള ചാന്ദ്രമാസങ്ങൾ നോക്കിയാണ് പ്രാചീന മനുഷ്യൻ കാലത്തെ അളന്നത്. എന്നാൽ ചന്ദ്രൻ വെറുമൊരു മാന്ത്രിക വെള്ളിത്തിളകിയല്ലെന്ന് ശാസ്ത്രം തിരിച്ചറിഞ്ഞത് 1609 ഗലീലിയോ ഗലീലി തന്റെ ടെലസ്കോപ്പ് ചന്ദ്രനു നേരെ തിരിച്ചപ്പോൾ അവിടെ കണ്ടത് കുന്നുകളും ആഴമേറിയ താഴ്വാരങ്ങളും ഉൽക്കാപതനം മൂലം രൂപപ്പെട്ട അനേകം ഗർത്തങ്ങളുമായിരുന്നു. അവിടെ നിന്നാണ് ചന്ദ്രനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങളുടെ ആരംഭം. എങ്ങനെയായിരിക്കാം ചന്ദ്രൻ രൂപം കൊണ്ടത്? ശാസ്ത്രലോകം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രബലമായ സിദ്ധാന്തം മഹാ ആഘാത സിദ്ധാന്തമാണ്. ഏകദേശം 460 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിക്ക് 10 കോടി വർഷം പ്രായമുള്ളപ്പോൾ ചൊവ്വയോളവും വലിപ്പമുള്ള ഒരു ആകാശഗോളം ഭൂമിയിൽ വന്നിടിച്ചു. ആ ആഘാതത്തിൽ 2 ഗോളങ്ങളിൽ നിന്നും ചിതറിത്തെറിച്ച മാൻഡിലും ക്രസ്റ്റും ചേർന്നാണ് ഇന്നത്തെ ചന്ദ്രൻ ഉണ്ടായത്. അതുകൊണ്ടാണ് ചന്ദ്രനിൽ ഭൂമിയിലേതുപോലെ ഭാരിച്ച ഇരുമ്പ് കാമ്പ് ഇല്ലാത്തതും വായുമണ്ഡലം ഇല്ലാതെ പോയതും. ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹമായ ചന്ദ്രന്റെ വ്യാസം ഭൂമിയുടെ 4/1 അല്പം കൂടുതലാണ്. ഗുരുത്വബലമാകട്ടെ ഭൂമിയുടെ 1/6 മാത്രമാണ്. അതായത് ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ ചന്ദ്രനിൽ വെറും 10 കിലോഗ്രാമായി കുറയും. ചന്ദ്രന്റെ ഭ്രമണവും പരിക്രമണവും ഒരേ വേഗതയിലായതുകൊണ്ട് നമ്മൾ എപ്പോഴും ചന്ദ്രന്റെ 41% മാത്രം കാണാറേയില്ല. എന്നാൽ ഭ്രമണപഥത്തിലെ നേരിയ വ്യതിയാനം കാരണം നമുക്ക് 59% ഭാഗം വരെ കാണാൻ സാധിക്കും. അന്തരീക്ഷമില്ലാത്തതുകൊണ്ട് ചന്ദ്രനിലെ കാലാവസ്ഥ അതികഠിനമാണ്. സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന പകൽ സമയത്ത് ചൂട് 127 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമ്പോൾ രാത്രിയിൽ അത് -173 ഡിഗ്രി സെൽഷ്യസ് വരെയായി താഴുന്നു. ഇനി ധ്രുവങ്ങളിലെ സൂര്യപ്രകാശം ഒട്ടുമെത്താത്ത വലിയ ഗർത്തങ്ങളിലാകട്ടെ താപനില -240 ഡിഗ്രി സെൽഷ്യസ് വരെയാകാം. ഇവിടെയാണ് കോപ്പർനിക്കസും ആർക്കിമിഡീസും ഉൾപ്പെടെ 1 കിലോമീറ്ററിലധികം വിസ്താരമുള്ള 3 ലക്ഷത്തോളം ഗർത്തങ്ങളുള്ളത്. മനുഷ്യന് ചന്ദ്രൻ എന്നും ഒരു ആകർഷണ കേന്ദ്രമായിരുന്നു. ചന്ദ്രനിലേക്ക് മനുഷ്യരില്ലാതെയും മനുഷ്യരെ വഹിച്ചുകൊണ്ടും നിരവധി പേടകങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച ലൂണ 2 ആയിരുന്നു ഇതിൽ ആദ്യത്തേത്. 1966 ചന്ദ്രനിൽ ഇറങ്ങിയ ലൂണ 9 ഉണ്ടായിരുന്ന ചാന്ദ്രവാഹനം ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ചു. അമേരിക്കൻ ബഹിരാകാശ പേടകമായ സർവേയർ 1 ചന്ദ്രനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശാസ്ത്രലോകത്തിന് ലഭ്യമാക്കി. ഇതിനുശേഷം നിരവധി ബഹിരാകാശ പേടകങ്ങൾ ചന്ദ്രനെ ലക്ഷ്യമാക്കി വിക്ഷേപിക്കപ്പെട്ടു.
എന്നാൽ ശാസ്ത്രചരിത്രത്തിലെ സുവർണ അധ്യായം എഴുതപ്പെട്ടത് 1969 ജൂലൈ 21 അമേരിക്കയുടെ അപ്പോളോ 11 ദൗത്യത്തിലൂടെ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങി. Armstrong is on the moon. Neil Armstrong, 38-year-old American, standing on the surface of the moon. On this July 1972 വരെയുള്ള അപ്പോളോ യാത്രകളിലായി ആകെ 12 മനുഷ്യർ ചന്ദ്രനിൽ നടന്നു. അവരെല്ലാവരും അമേരിക്കക്കാരായിരുന്നു. ഇത്രയൊക്കെയായിട്ടും ചാന്ദ്രയാത്രകൾ നാസ സ്റ്റുഡിയോയിൽ ചെയ്ത തട്ടിപ്പാണെന്ന് ചിലർ വാദിക്കാറുണ്ട്. ചന്ദ്രനിൽ നക്ഷത്രങ്ങൾ കാണാത്തതും കൊടി പറന്നതുമെല്ലാം അവർ തെളിവുകളായി ഉയർത്തിക്കാട്ടുന്നു. എന്നാൽ വെളിച്ചമുള്ള പകൽ സമയത്ത് ചിത്രമെടുത്തതിനാലാണ് ക്യാമറയിൽ നക്ഷത്രങ്ങൾ പതിയാഞ്ഞത്. വായുവില്ലാത്ത ചന്ദ്രനിൽ എൽ ആകൃതിയിലുള്ള വടിയിൽ കെട്ടിയ കൊടി കുത്തിവെച്ചപ്പോഴുണ്ടായ ആക്കം കൊണ്ടാണ് അത് ചലിച്ചത്. അവർ അവിടെ സ്ഥാപിച്ച റിട്രോ റിഫ്ലക്ടറുകളിലേക്ക് ഭൂമിയിൽ നിന്ന് ഇന്നും ലേസർ രശ്മികൾ അയച്ച് ദൂരം അളക്കുന്നുണ്ട് എന്നതാണ് ഇതിനെല്ലാം ശാസ്ത്രം നൽകുന്ന ജീവനുള്ള തെളിവ്. അപ്പോളോയ്ക്ക് ശേഷം അരനൂറ്റാണ്ടോളം ശാന്തമായിരുന്ന ചന്ദ്രനിലേക്ക് ഇന്ന് ലോകരാജ്യങ്ങൾ വീണ്ടും കുതിക്കുകയാണ്. 2008 ഇന്ത്യയുടെ ചന്ദ്രയാൻ 1 ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തി ചരിത്രം മാറ്റിയെഴുതിയത്. ഇന്ന് ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ദക്ഷിണ ധ്രുവത്തിൽ പര്യവേക്ഷണം നടത്താൻ ഇന്ത്യ സജ്ജമാണ്. The spacecraft on August 23, 2023, Vikram successfully touched down near the moon's south pole, making India the 4th country to achieve this feat. With the Pragyan rover exploring the lunar soil, Chandrayaan ഇതിനൊപ്പം അമേരിക്ക തങ്ങളുടെ പുതിയ ആർട്ടമിസ് പദ്ധതിയിലൂടെ ഒരു വനിതയെയും കറുത്ത വംശജനെയും ചന്ദ്രനിലെത്തിക്കാനും അവിടെ സ്ഥിരമായ ഗവേഷണ താവളങ്ങൾ ഒരുക്കാനുമുള്ള അതിവേഗ പാതയിലാണ്. ചന്ദ്രൻ ഇന്ന് വെറുമൊരു വിദൂര സ്വപ്നമല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ചേരുമ്പോൾ ചന്ദ്രൻ മനുഷ്യന്റെ ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രമായും ചൊവ്വയിലേക്കുള്ള താവളമായും മാറും. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് വർഷം തോറും 3.8 സെന്റിമീറ്റർ വേഗം അകന്നുപോയെങ്കിലും ശാസ്ത്രത്തിലൂടെ മനുഷ്യൻ ചന്ദ്രനോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്.